ഭക്ഷ്യ എണ്ണയുടെ ഉൽപ്പാദനത്തിലും വിതരണത്തിലും ശ്രദ്ധേയരാണ് കേരളത്തിൽ നിന്നുള്ള സംരംഭകരായ RG ഗ്രൂപ്പ്. ഇന്ത്യക്ക് പുറമെ 18ഓളം വിദേശ രാജ്യങ്ങളിലാണ് ഇന്ന് RG ഗ്രൂപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നത്. RG ഗ്രൂപ്പിൻ്റെ സാരഥികൾ ഗൾഫ് പനോരമയുമായി സംസാരിച്ചു. നല്ലെണ്ണ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ബ്രാൻഡാണ് RG ഗ്രൂപ്പിൻ്റെ സാരഥികളാണ് ഇന്ന് നമുക്കൊപ്പം അല്പസമയം സംസാരിക്കാനായി ഒപ്പം ഉള്ളത്. സ്വാഗതം. RG ഗ്രൂപ്പ് ഇന്നിപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫുഡ് അല്ലെങ്കിൽ ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എൻ്റെ അച്ഛൻ മുടുവിൽ ഗോപാലൻ 1940 ഈ RG പ്രസ്ഥാനം തുടങ്ങിയത്. അന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു ഈ RG പ്രസ്ഥാനം. ഇന്ന് അത് ലോകം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-25ഓളം രാജ്യങ്ങളിൽ ഇപ്പോഴായിക്കൊണ്ടിരിക്കുന്നു. അച്ഛനെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അത് ഞാൻ എൻ്റെ മകനിലേക്കും പകർന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മകനാണ് എൻ്റെ കൂടെ, എൻ്റെ ഭാര്യയും കൂടെ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനം വളർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. അച്ഛൻ്റെ ഒരു നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും സത്യസന്ധമായ സാധനം വിപണിയിൽ കൊടുക്കണം. ഒരു കാരണവശാലും നമുക്ക് 10 രൂപ അധികം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് മുകളിൽ വേറെ ഒരു മായത്തിൻ്റെ ഒരു കണിക പോലും വരാൻ പാടില്ല. അത് ഞാൻ പിന്തുടരുന്നുണ്ട്. അത് സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ മകനോടും പറയുന്നതാണ്. സത്യസന്ധമായ സാധനം കൊടുത്താൽ പൈസ 10 രൂപ കുറയും, എന്നാലും അത് നിലനിൽക്കും. അന്ന് കേരളത്തിൽ തന്നെ കണ്ടമാനം എള്ള് കൃഷി ഉണ്ടായിരുന്നു. ഇന്ന് അതിനൊരു കണിക പോലും എള്ളില്ല. സാറ് ഈ പ്രസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഉള്ള ഒരു വളർച്ച എങ്ങനെയായിരുന്നു? ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ കോഴിക്കോടാണ് ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയത്. ഇപ്പോഴും ഞങ്ങൾക്ക് മാഹിയിലൊരു ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട്, മലപ്പുറത്തുണ്ട്. പിന്നെ ഞങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും ഞങ്ങൾ ബ്രാഞ്ചുകളുണ്ട്. പർച്ചേസ് സൈഡ് ഞാനാണ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ എനിക്ക് റോളില്ല അതിൽ. പിന്നെ വൈഫാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി, ഞാൻ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടോയെന്ന് ഇവള് ക്വാളിറ്റി ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷമാണ് മകൻ. ഈ എള്ളിൻ്റെ പണമൊക്കെ അയക്കുന്നത് ഒക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ ക്വാളിറ്റി കൺട്രോളിങ് കംപ്ലീറ്റ് വൈഫാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് മകനാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി. ഒരു കുടുംബ ബിസിനസ് വീട്ടിലെങ്ങനെയാ എന്തൊക്കെയാണോ റോള്, അതേ റോള് തന്നെയാണ് ബിസിനസ്സിലും നിങ്ങൾ 3 പേരും കൈകാര്യം ചെയ്യുന്നത്. അതിലും കൂടുതൽ അമ്മ ആണ് ഇപ്പോൾ ഈ മറ്റു കാര്യങ്ങൾ, അതായത് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്? നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡും എക്മാർക്ക് സ്റ്റാൻഡേർഡും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ലാബ് ഉണ്ട്, ക്വാളിഫൈഡ് കെമിസ്റ്റ് ഉണ്ട്. പർച്ചേസ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഗുണനിലവാരം ഉറപ്പുവരുത്തും. അതിനുശേഷം മാത്രമേ നമ്മൾ ഫില്ലിംഗ് ലൈനിലേക്ക് പോവുള്ളൂ. പ്രൊഡക്ഷൻ എടുത്തതിന് ശേഷം ഫിൽറ്ററിങ്, വീണ്ടും പോളിഷിംഗ്, ഫിൽറ്ററിങ്, അതിനുശേഷം മാത്രമേ ഫില്ലിംഗ് ലൈനിലേക്ക് പോവുകയുള്ളൂ. നമ്മുടെ ഒരു സ്ഥാപനത്തിലെ പ്രത്യേകത 90% കൂടുതൽ സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത്. വളരെ ലിമിറ്റായിട്ടുള്ള മെയിൽ സ്റ്റാഫേ ഉള്ളൂ. നല്ലൊരു കൂട്ടായ്മ, ഒരു വീട്ടിലെ അന്തരീക്ഷം ആണ് നമ്മൾ മാക്സിമം സ്ഥാപനത്തിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ കേരളത്തിൽ എല്ലാ ഫാക്ടറികളിലും കൂടുതൽ മറുനാടൻ തൊഴിലാളികളെയാണ് ജോലിക്ക് നിർത്താറ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ മലയാളികളാണെന്നുള്ളതും ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഈ സ്ത്രീകൾ ഇത്രയും 90% എന്നുള്ളത് ശരിക്കും ഒരു ഇപ്പോഴത്തെ കാലത്ത് അത്ഭുതം തോന്നും. കാരണം നമ്മളെ പാക്കിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 kg ടിന്ന് തൊട്ടിട്ടാണ്. അപ്പം 1 ലിറ്റർ ബോക്സ് ആണെങ്കിൽ 12 കിലോ വരും. അതൊക്കെ എൻ്റെ സ്റ്റാഫ് വളരെ അനായാസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. പുതിയ പ്രൊഡക്റ്റുകൾ കൂടി നിങ്ങളുടെ മസ്റ്റർഡ് ഓയിലുണ്ട്. കായത്തിൻ്റെ ഫാക്ടറി മധുരയിലാണ്. അരി പാക്ക് ചെയ്യുന്നുണ്ട്. അരി ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ്. അരി ബഹുമാനപ്പെട്ട യൂസഫ് അലി സാർ ലോഞ്ച് ചെയ്യുകയുണ്ടായി. നമ്മളെ വീട്ടിലെ അന്തരീക്ഷം തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലും നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് വിഷ്ണുവിലേക്ക് വന്നാൽ, വിഷ്ണുവാണ് ഇതിൻ്റെ എൻഡിൽ, അതായത് കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ബന്ധം വരുന്നത് വിഷ്ണുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അടുത്ത ജനറേഷൻ്റെ ഒരു ഭാഗം കൂടിയാണ് വിഷ്ണു. അപ്പോൾ എത്രത്തോളം ചലഞ്ചസ് മുമ്പിലുണ്ട്? നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ് RGയുടേത്? ഞാൻ എൻ്റെ ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ
ഒരു സക്സസ്ഫുൾ ഒരു ഫാമിലി ബിസിനസ്സിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത്. സോ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഐ വാസ് കൺഫ്യൂസ്ഡ്. കാരണം എന്ത് ചെയ്യണം, പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം എല്ലാം സ്മൂത്തായിട്ട് പോകുന്നൊരു കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. സോ ഞാൻ കുറേ വേറെ ബിസിനസ് ചെയ്യാന്നൊക്കെയുള്ള പ്ലാൻ ചെയ്തപ്പോഴാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്, നമ്മൾക്ക് അറിയുന്ന പണി ഇതാണ്, സോ ഇത് തന്നെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ഇറ്റ് ഔട്ട്. അങ്ങനെയാണ് ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എങ്ങനെ കൊണ്ടുവന്ന് നൽകുള്ളൂ. കാരണം നമ്മൾ വി വർ ഇൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിൽസ്. നമ്മൾ കേരളത്തിലുള്ള ലീഡിങ് ടെമ്പിൾസ് ലൈക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം, മണ്ണാറശാല, മാതാമൃതാനന്ദമയി മഠം, അല്ലെങ്കിൽ കോട്ടക്കൽ അരുവശാല, ശാന്തിഗിരി, അമൃത ലൈഫ്, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിൽസ് ആയിരുന്നു നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം എൻ്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയൊരു എൻറ്റിറ്റിയാണ്. എനിക്ക് ഏറ്റവും കിട്ടിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റി. ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഇത് സക്സസ് ആക്കി കാണിക്കുക എന്നുള്ളത്. സോ സ്റ്റാർട്ടിങ് കാലങ്ങളിൽ ഞാൻ വീട്ടിലുണ്ടാവാറ് വളരെ കുറവാണ്. ഞാൻ ഫുൾ മാർക്കറ്റ് വിസിറ്റ്സ്, ട്രിവാൻഡ്രം, കോട്ടയം, പാലക്കാട്, എല്ലാ മാർക്കറ്റ് വിസിറ്റ്സും എനിക്ക് റീസെൻ്റ്ലി ഒരു 2-3 വർഷമായിട്ട് എനിക്ക് പ്രോപ്പർ ഓഫീസായിട്ടുള്ളൂ. നോർമലി ഞാൻ മാർക്കറ്റ് വിസിറ്റ്സും കാര്യങ്ങളും തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഏത് ജില്ലയിലും ഏത് ചെറിയ ടൗണിലും അവിടുത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണ്, മാർക്കറ്റ് പൾസ് എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. നമ്മളെപ്പോഴും ഒരു പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മൾ ചെയ്യാം. നമ്മൾ ഓരോ ബേബിയാണ് അത്. ഇപ്പം നമ്മൾ കായമാകുമ്പം ആ ബേബീനെ നമ്മൾ പ്രോപ്പർലി വളർത്തി വലുതാക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രൊഡക്റ്റിലേക്ക്. ഇന്റർനാഷണൽ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ എവിടെയൊക്കെയാണ് നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ സാന്നിധ്യം ഉള്ളത്? എന്തെങ്കിലും കൂടുതൽ എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ടോ? നമ്മൾ GCC കൺട്രി എല്ലാ സ്ഥലത്തും നമ്മളുണ്ട്. നമുക്ക് GCCയിൽ വി ഹാവ് മോർ ദാൻ 56% ഓഫ് മാർക്കറ്റ് ഷെയർ ഇൻ ജിഞ്ചലി ഓയിൽ. നമ്മൾ സിംഗപ്പൂർ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, കുറേ രാജ്യങ്ങളുണ്ട്. വി ആർ സ്ട്രോങ് ഇൻ 18 കൺട്രീസ്. 10-25ഓളം രാജ്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളതിൽ 18ഓളം രാജ്യങ്ങളിൽ വി ആർ മാർക്കറ്റ് ലീഡേഴ്സ്. ഈവൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് നോക്കുന്നതിനേക്കാളും കൂടുതൽ ഈ അൽതൈബ് ടീം, അതിൻ്റെ ഡയറക്ടർ നൗഷദ് സാറാണ്. നൗഷദ് സാറും അതിൻ്റെ ഹോൾ ടീമും അവർ സ്ട്രോങ് ആയിട്ട് ആർജീനെ ആർജി ഇവിടെ ഗ്രോ ചെയ്യാൻ വലിയൊരു പങ്ക് വഹിച്ച ആൾക്കാരാണ് അൽതൈബും അതിൻ്റെ ഹോൾ ടീമും. നമ്മുടെ ഒരു ഫാമിലിൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2035 ആകുമ്പോഴത്തേക്ക് വേൾഡ് വൈഡ് നമ്മളെ പ്രൊഡക്ട്സ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ദുബായ് വിസിറ്റിൻ്റെ സമയത്ത് അമൃത TVയുടെ ഒപ്പം ചെലവഴിക്കാനായിട്ടുള്ളൊരു സമയം അനുവദിച്ചതിന് വളരെ നന്ദി. സാറിനും കുടുംബത്തിനും വിഷ്ണുവിനും RG ഗ്രൂപ്പിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇനി ഒരു ചെറിയ ബ്രേക്ക്, ഉടനെ മടങ്ങിയെത്താം.